ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഓട്സിൻ്റെ നല്ല പഞ്ഞ പോലെയുള്ള ഓട്സിൻ്റെ പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാനിപ്പോൾ 1.5 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വറുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓവർ ഫൈൻ പൗഡറാക്കി എടുക്കരുത്, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് എടുക്കുക. പുട്ടാകുമ്പോൾ അറിയാമല്ലോ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ, എന്നാൽ ഓവർ കടിക്കാനുള്ള രൂപത്തിലൊന്നും എടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് നമുക്ക് ഒരു തരി ഫീൽ ചെയ്യുന്ന രൂപത്തിൽ പൊടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അവർക്ക് അതുകൊണ്ട് പൊടിഞ്ഞ് കിട്ടുമെന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ ഒരു പൗഡറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പുട്ടുപൊടിയുടെ മരിപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല, വെറും ഓട്സിൻ്റെ പൊടി മാത്രമാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ പുട്ടൊക്കെ നനച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കട്ടെ, അതൊന്നും മൈൻഡാക്കണ്ട. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരു നനവ് എത്തുന്ന രൂപത്തിൽ നമുക്കിത് മിക്സാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു രൂപത്തിൽ ആക്കിയിട്ടിട്ടുണ്ട്. നന്നായിട്ട് കട്ടയായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട്, ആ ഒരു സെയിം മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ കട്ടയായിട്ട് പോയി വെള്ളം കൂടിപ്പോയി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം അതിലേക്ക് ആവശ്യമായിട്ടുണ്ടാവും കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂണ് വെള്ളം മാത്രം മതിയാവും ഞാനിപ്പോൾ എടുത്ത അളവിന്. ഇനിയിപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നുകൂടെ ഏറ്റവും ലോ സ്പീഡിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് പൾസ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് സാധാ പുട്ട് റെഡിയാക്കുന്ന പോലെ തന്നെ തേങ്ങയും ഈ ഒരു ഓട്സിൻ്റെ പൗഡറും കൂടെ നമുക്ക് ലെയർ ചെയ്തിട്ട് പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആ പുട്ടുകുട്ടിയിൽ ആദ്യം ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഓട്സ് പൊടി, പിന്നെ തേങ്ങ എന്ന രീതിയിൽ ഫില്ലാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിത് ആവി കയറ്റിയിട്ട്, അപ്പോൾ ഓട്സ് ആകുമ്പോൾ അധികമൊന്നും വേവ് ഉണ്ടാവില്ല കേട്ടോ. ഒരു മാക്സിമം 2-3 മിനിറ്റൊക്കെ നന്നായിട്ട് ആവി വന്ന് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. കണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് വെക്കുക, അതിന് ശേഷം നമുക്കിത് മാറ്റാം. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നപ്പോഴൊക്കെ മക്കളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ചെയ്തത് 2 പീസിൻ്റെ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഈ ഒരു ഓട്സിൻ്റെ പുട്ട് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ തൂക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് തരുന്ന സമയത്തായാലൊക്കെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആവും. നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തന്നെ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴായാലും നമ്മൾ ഓട്സിൻ്റെ ദോശയായിട്ടും ഓട്സൊക്കെ പാലിൽ കുറുക്കിയൊക്കെ അല്ല കഴിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക് യു.